ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് സാക് ലിപ്പോവ്സ്കി, ആദം സ്റ്റെയിൻ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത ഫൈനൽ ഡെസ്റ്റിനേഷൻ ഫ്രാഞ്ചൈസിലെ 6ാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആയ ഈ ഇംഗ്ലീഷ് ഹൊറർ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന്. മരണം വില്ലനായിട്ടുള്ള ഫിലിം ഫ്രാഞ്ചൈസ് ആണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ. പതിവ് പോലെ ഇതിലും നടക്കാൻ പോകുന്ന ആക്സിഡന്റുകൾ അല്ലെങ്കിൽ മരണങ്ങൾ ഇവയെക്കുറിച്ച് ഒരു ഉൾവിളി അല്ലെങ്കിൽ സിക്സ്ത് സെൻസ് പോലെ ഉണ്ടാകുന്ന ഒരു ക്യാരക്ടർ ഇതിലുമുണ്ട്. അവളുടെ തന്റെ ഫാമിലിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളുടെ കഥയാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ്. എനിക്ക് പേഴ്സണലി ഈ പ്രേതപടങ്ങളോട് അത്രയും പേടിയില്ല, കാരണം പ്രേതങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ആക്സിഡന്റ് മൂലമുണ്ടാകുന്ന മരണങ്ങൾ അതിനെ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് തന്നെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്നുള്ള ഫ്രാഞ്ചൈസ് പണ്ട് മുതൽ പേടിയുള്ള ഒരു ഫിലിം സീരീസ് ആണ്. ഒരു ഡീസന്റ് ഹൊറർ ത്രില്ലർ ആണെന്ന് ഒറ്റ വാക്കിൽ ഈ പടത്തെക്കുറിച്ച് പറയാം. ഞാൻ വളരെ എൻജോയ് ചെയ്താണ് കണ്ടത്. എനിക്ക് തുടക്കം മുതൽ ഒടുക്കം വരെയും പടം എൻഗേജിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഈ ഫ്രാഞ്ചൈസിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നവർക്ക് ഇതൊരു ട്രീറ്റ് തന്നെയാണെന്ന് പറയാം. ടെക്നിക്കലിയും ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു പടമാണ്. ഈ സീരീസിലെ ഒരു പടവും കാണാത്തവർക്കും ഈ പടം കാണാം എന്നുള്ളതാണ് പ്രത്യേകത. ഈ ഫ്രാഞ്ചൈസിലെ എല്ലാ പടങ്ങളും അങ്ങനെയാണ്. അങ്ങനെ വലിയ കണക്ഷൻ ഒന്നും പഴയ സിനിമകളുമായിട്ട് വരുന്നില്ല. പിന്നെ ഇതിനെക്കുറിച്ച് ചെറിയൊരു ധാരണ ഉണ്ടെങ്കിൽ നല്ലതാണ് എന്ന് മാത്രം. ആകെ JB എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ, അതായത് ടോണി ടോഡ് എന്ന നടൻ അവതരിപ്പിച്ച കഥാപാത്രമാണ്. അത് മാത്രമേ മറ്റ് സിനിമകളിൽ നിന്നും ഇതിലേക്ക് കണക്ഷനായിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരുന്നുള്ളൂ. പുള്ളി ഇനി വരികയുമില്ല, കാരണം നവംബറിൽ പുള്ളി മരിച്ചുപോയി ശരിക്കും. പിന്നെ പഴയ ഒരു പടത്തിലെ സെക്കൻഡ് പാർട്ടിലാണെന്ന് തോന്നുന്നു കിംബർലി എന്ന ക്യാരക്ടറിനെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ടെന്ന് മാത്രം. ദാറ്റ്സ് ഇറ്റ്. വേണമെങ്കിൽ ഈ പടത്തിന്റെ തുടക്കത്തിലെ കാര്യങ്ങൾ എല്ലാ സിനിമകളുടെയും ഒരു പ്രീക്വൽ ആണെന്നും വേണേ പറയാം. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റ് ഫിലിംസ് കണ്ടാലും മതിയാവും. നമ്മളിൽ പലർക്കും, പ്രത്യേകിച്ച് 90s 80s കിഡ്സിൽ പല ആൾക്കാർക്കും ടീനേജിൽ അല്ലെങ്കിൽ കുട്ടിക്കാലത്തേക്ക് ഒരു ട്രോമയായിരിക്കും ഈ പടം. ചെറിയ കാര്യങ്ങളോടൊക്കെ ഒരു പേടി ഉണ്ടാക്കാൻ കാരണമായേക്കാവുന്ന ഒരു സിനിമയാണ്. കുഞ്ഞി ഐറ്റംസ് ലൈക്ക് മുട്ടുസൂചി, കോയിൻ, ബട്ടൺ, സ്ക്രൂ, ഇതൊക്കെ കൊണ്ട് വലിയ ദുരന്തം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു സ്ഥിരം പാറ്റേൺ. ഇതിലും അത് പിന്തുടരുന്നുണ്ട്. അത് രസകരമായിരുന്നു. നമ്മളിങ്ങനെ ഫക്ക്, ഷിറ്റ്, അയ്യോ, ഈ എക്സ്പ്രഷൻസ് നിങ്ങൾക്ക് ഓരോ മരണം കാണുമ്പോഴും തോന്നും എന്നുള്ളതാണ് ഈ ഫ്രാഞ്ചൈസിന്റെ പ്രത്യേകത. ഞാൻ തന്നെ ഒരു സീനിൽ അറിയാതെ കാറിപ്പോയി. അപ്പുറത്തുള്ളവരൊക്കെ ചിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു വേസ്റ്റ് വണ്ടിയുടെ ഭാഗമുണ്ട് ആ ഭാഗത്താണെന്ന്. എൻജോയബിൾ എന്ന് അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. പക്ഷെ നമ്മളിൽ പല ആൾക്കാരും ഇതിലെ ബ്രൂട്ടൽ ആയിട്ടുള്ള മരണങ്ങൾ കാണാനാണ് പോകുന്നത്. എന്തൊരു സൈക്കോകളാണല്ലേ. ഇതിൽ ചില ഡെത്ത്, ഞാൻ പറഞ്ഞ പോലെ ആ ഒരു വേസ്റ്റ് കൊണ്ടുവന്ന വണ്ടി, പിന്നെ സ്കാനിങ് മെഷീൻ്റെ ഒരു സംഭവം, അതൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. അതേസമയം അമ്മൂമ്മയുടെ വീട്, അതുമായിട്ട് ബന്ധപ്പെട്ട ആക്സിഡന്റ് ഒക്കെ എനിക്ക് അത്ര വലിയ സുഖകരമായിട്ട് തോന്നിയില്ല. പിന്നെ ആക്ടേഴ്സിന്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ അങ്ങനെ ഗംഭീര പെർഫോമൻസ് നടത്താനുള്ള സ്കോപ്പുള്ള ക്യാരക്ടേഴ്സ് ഒന്നും പടത്തിലില്ല. പ്രധാന ക്യാരക്ടറായ സ്റ്റെഫ്നി ആയിട്ട് വരുന്നത് കെയ്റ്റ്ലിൻ സാൻഡ എന്ന ഒരു നടിയാണ്. പിന്നെ ചാർലി ആയിട്ട് വന്ന തിയോ ബ്രിയോനൈസ്, എറിക് ആയിട്ട് വന്ന റിച്ചാർഡ് ഹാർമൻ, അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ പടത്തിലുള്ളൂ. ഓർത്തിരിക്കും എല്ലാവരും. ക്രിസ്റ്റൈൻ സെബോൾഡ് ആണ് ഇതിന്റെ ക്യാമറ, സാബ്രീന പീറ്റർ ആണ് ഇതിന്റെ എഡിറ്റിംഗ്. ഹൈ ക്വാളിറ്റിയുള്ള മേക്കിംഗ് ആണ് പടത്തിന്. ഇതിന്റെ VFX, മ്യൂസിക്, പ്രൊഡക്ഷൻ ഡിസൈൻ, അങ്ങനെ ടെക്നിക്കൽ ആസ്പെക്ട്സ് എല്ലാം തന്നെ ടോപ്പ് നോച്ച് ആണ്. പിന്നെ ഈ ഒരു ഫ്രാഞ്ചൈസിലെ പടങ്ങളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഇതിന്റെ ക്ലൈമാക്സ് എങ്ങനെയായിരിക്കുമെന്നൊക്കെ അറിയാവുന്നതാണ്. സോ അത് ഊഹിച്ച് തന്നെയാണ് ഞാനും പടം കണ്ടത്. ഞാൻ വിചാരിച്ച പോലെ തന്നെയായിരുന്നു ക്ലൈമാക്സും. സോ അങ്ങനെ നോക്കുമ്പോൾ പ്രെഡിക്റ്റബിൾ ആണ് ഇതിന്റെ സ്റ്റോറി അല്ലെങ്കിൽ പോക്ക് എന്ന് പറയാം. ഒത്തിരി ഹെവി വയലൻസ് ഒക്കെ ഉള്ള പടങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു 2025 എത്തിയപ്പോഴേക്കും കണ്ട് മടുത്ത ആൾക്കാരായിരിക്കും പലരും. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഇത് വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നുകയുമില്ല. ഈ പടത്തിനൊരു നൊസ്റ്റാൾജിയ ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ 80s 90s കിഡ്സിന്റെ ആ ഒരു പേടി. ഈ ഫ്രാഞ്ചൈസിലെ പഴയ പടങ്ങളുടെ ഐക്കോണിക് ആക്സിഡന്റ് സീൻസ് ഒക്കെ അത്രയ്ക്ക് ഞങ്ങളൊക്കെ TV DVD-യിലൊക്കെ കണ്ട് ആഘോഷിച്ചിട്ടുണ്ട്. സോ ഞാൻ തന്നെ ഈ ഫ്രാഞ്ചൈസിലെ പടങ്ങളൊന്നും തിയേറ്ററിൽ കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് കാണാൻ പോയത് തന്നെ. സോ ആകെ മൊത്തം ടോട്ടലിൽ ഒരു ഡീസന്റ് വർത്ത് വാച്ച് മൂവിയാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ്. എനിക്ക് പേഴ്സണലി വർക്കായ പടമാണ്. ഒരു നൊസ്റ്റാൾജിയൊക്കെ ഉള്ള ഒരു സിനിമയാണ്. ഈ ഫ്രാഞ്ചൈസ് ഫോളോ ചെയ്യുന്നവർക്ക് പടം രസകരമായിരിക്കും. അല്ലാത്തവർക്കും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല ബ്രൂട്ടൽ വയലന്റ് രംഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ദയവ് ചെയ്ത് കുട്ടികളെ കാണിക്കരുത്. സ്ട്രിക്ട്ലി 18+ ആണ്, ഓർക്കുക. പിന്നെ പടത്തിന് സബ് ടൈറ്റിൽ ഒന്നും ഇല്ലായിരുന്നു. അതെനിക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. പിന്നെ ഇതിന്റെ ടൈറ്റിൽ കാണിക്കുന്നത് അതിനുവേണ്ടി ആദ്യമേ ഫോൺ എടുത്ത ആൾക്കാരെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കേണ്ട ഏറ്റവും ലാസ്റ്റിലേ കാണിക്കുകയുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയെന്നാ, എനിവേ ടേക്ക് കെയർ ഗൈസ്. സൂക്ഷിച്ചൊക്കെ ജീവിക്കുക. ഞാൻ ടേക്ക് കെയർ.